നമസ്കാരം. വയനാട് ദുരന്തം കഴിഞ്ഞ് ഏകദേശം 150 ദിവസത്തോളം അടുക്കുമ്പോൾ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ചർച്ചകൾ നടന്നു. അവസാനം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യമൊന്നും നടന്നില്ല. അതങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇത് സീവിയർ നേച്ചറിലേക്ക് പ്രഖ്യാപിക്കണം, ഡിക്ലെയർ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അപ്പോൾ അവസാനം കേന്ദ്ര ഗവൺമെന്റ്, അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ആഭ്യന്തര വകുപ്പ്, ഗവൺമെന്റ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി ഒരു കത്ത്, 2024 ഡിസംബർ 30-ന് ഒരു കത്ത് നമ്പർ 1306/2024 NDM, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിലാണ്, ബാർ 1 എന്ന് പറഞ്ഞ് ഒരു കത്ത് ഡോക്ടർ രാജേഷ് ഗുപ്ത, ജോയിന്റ് സെക്രട്ടറി, രാജേഷ് ഗുപ്ത IAS ആണ് ജോയിന്റ് സെക്രട്ടറി, ടിങ്കു ബിസ്വാൾ IAS-ന് അയച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് അയച്ചു. ആ കത്തിൽ പറയുന്നത് ഞാൻ അതുപോലെ വായിക്കാം. കാരണം മലയാളികളുടെ മാധ്യമങ്ങളും മലയാളങ്ങളുടെ പത്രങ്ങളും എല്ലാവരും ഈ വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത്. ആ പറയുന്ന അതുപോലെ ഞാൻ വായിക്കും. ചെറിയ ലെറ്ററാണ്. മാഡം എന്ന് പറഞ്ഞാൽ രാജേഷ് ഗുപ്ത ടിങ്കു ബിസ്വാളിനെ അഡ്രസ് ചെയ്യുകയാണ്. മാഡം, പ്ലീസ് റെഫർ ടു യുവർ DO നമ്പർ, ഡെമ്മി ഒഫീഷ്യൽ നമ്പർ DMA 2/256/2024 DMD ഡേറ്റഡ് 28/12/2024 regarding seeking confirmation on the മേപ്പാടി landslide disaster in വയനാട് as a disaster of severe nature. ഞാൻ ഇപ്പോഴാണ് ഇതിന്റെ കൗതുകം മനസ്സിലാക്കിയത്. കേന്ദ്ര ഗവൺമെന്റ് അവിടെ നിന്ന് ലെറ്റർ അയച്ചിരിക്കുന്നത് ഡിസംബർ മാസം 30-ാം തീയതി. ഇവിടെ നിന്ന് DO ലെറ്റർ അയച്ചിരിക്കുന്നത് 28/12, 2 ദിവസത്തിന് മുമ്പ്. ശരിയാണല്ലോ? ശരിയാണ്. 28/12/2024 ഇവിടെ നിന്ന് ലെറ്റർ അയക്കുന്നു. ആ ലെറ്ററിനെ റെഫർ ചെയ്തുകൊണ്ട് 30-ാം തീയതി കേന്ദ്രത്തിൽ നിന്ന് കത്ത്, 2 ദിവസത്തിനകത്ത് കത്ത് വരുന്നു. അപ്പോ ഒരു ചെറിയ സംശയം ഈ ലെറ്റർ വായിച്ചപ്പോ. ഈ DO ലെറ്റർ 28/12 മാത്രമേ ടിങ്കു ബിസ്വാൾ അയച്ചോളൂ? അത് റിമൈൻഡർ ആണോ? റിമൈൻഡർ ആണെങ്കിൽ അത് ഈ കത്തിൽ പറയണമല്ലോ. റിമൈൻഡർ അല്ല, അപ്പൊ ഇത് കത്താണ്, DO ലെറ്റർ ആണ്. അപ്പൊ ഇതിനു മുമ്പേ ഇത് ഡിമാൻഡ് ചെയ്തില്ലേ? ഇനി 28/12 മാത്രമാണോ ഇവിടെ നിന്ന് ഡിമാൻഡ് പോയത്? ഈ സീവിയർ നേച്ചർ ആക്കണമെന്ന്, സീവിയർ നേച്ചറായി കൺസിഡർ ചെയ്യണമെന്നുള്ള ലെറ്റർ പോയത്. അതൊരു വല്ലാത്ത കുഴഞ്ഞ ചോദ്യമാണ് കേട്ടോ. അത് ഗവൺമെന്റ് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. ടിങ്കു ബിസ്വാൾ മാഡമൊക്കെ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. ഈ ലെറ്റർ അനുസരിച്ച്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലെറ്റർ അനുസരിച്ച് 28/12 മാത്രമേ, 12/2024 മാത്രമേ ഡൽഹിക്ക് ലെറ്റർ പോയിട്ടുള്ളൂ. അതാണ് അവർ റെഫർ ചെയ്തിരിക്കുന്നത്. 30/12/2024 മറുപടിയും വന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് മറുപടിയും വന്നിട്ടുണ്ട്. എങ്കിലൊരു കൗതുകമുള്ള വാർത്തയാണ്. അത് രസകരമാണ്. എന്തായാലും ലെറ്ററിൽ പറയുന്നത്, 2ാമത്തെ പാരഗ്രാഫ് പറയുന്നത്, ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് I would like to inform that in the event of disaster of a severe nature, financial assistance towards the notified natural disasters including landslides is met from State Disaster Response Fund already placed at their disposal, which is further supplemented from National Disaster Response Fund in accordance with the established procedure. ലാൻഡ്സ്ലൈഡ് പോലുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് ആൾറെഡി ചെലവാക്കണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്നുള്ള സാധ്യതകൾ പ്രൊസീജിയർ അനുസരിച്ച് പരിശോധിക്കുന്നതാണ്. ഓക്കെ, സമ്മതിച്ചു. വിച്ച് ഇൻക്ലൂഡ്സ് ആൻ അസസ്മെന്റ് ബേസ്ഡ് ഓൺ. എങ്ങനെയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇത് പരിഗണിക്കുന്നത്? വിച്ച് ഇൻക്ലൂഡ്സ് ആൻ അസസ്മെന്റ് ബേസ്ഡ് ഓൺ the visit of an interministerial central team, IMCT, വിവിധ വകുപ്പുകളുടെ ഇന്റർമിനിസ്റ്റീരിയൽ ആയിട്ടുള്ള വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അഡീഷണൽ അസിസ്റ്റൻസ് ആലോചിക്കാം, അല്ലെങ്കിൽ അതുണ്ട്, അത് സപ്ലിമെന്റ് ചെയ്യാം. However, എങ്ങനെയായാലും, ഇനിയാണ് രസകരമായ കാര്യം, കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് the intensity and magnitude of the മേപ്പാടി landslide disaster in വയനാട് ഡിസ്ട്രിക്ട്, വയനാട് ഡിസ്ട്രിക്റ്റിലെ ഇന്റൻസിറ്റി, തീവ്രതയും മാഗ്നിറ്റ്യൂഡും അതിന്റെ വലിപ്പവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ
ഹാസ് ബീൻ. മനസ്സിലാക്കിയിട്ട് അടുത്ത ഇംഗ്ലീഷ് സെന്റൻസ് ആണ്. ഹാസ് ബീൻ കൺസിഡേർഡ് ബൈ, ഇത് പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരിഗണിച്ചിട്ടുണ്ട്. എന്തായിട്ട്? ഇന്റർ മിനിസ്റ്റീരിയൽ, അല്ല, ആരാ പരിഗണിച്ചത്? ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ആസ് എ ഡിസാസ്റ്റർ ഓഫ് സീവർ നാച്ചർ ഫോർ ആൾ പ്രാക്ടിക്കൽ പർപ്പസസ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ കമ്മിറ്റി വന്ന് വിസിറ്റ് ചെയ്ത് പരിശോധിച്ച അടിസ്ഥാനത്തിൽ സീവിയർ നാച്ചർ ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വിത്ത് റിഗാർഡ്സ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഡോക്ടർ രാജേഷ് ഗുപ്ത 30/12/24. ഇതാണ് ലെറ്റർ. ഞാൻ ലെറ്ററും കൂടി ഇതിനകത്ത് ഇട്ടേക്കാം. തുടക്കത്തിൽ ലെറ്റർ വിട്ടേക്കാം. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലെറ്ററിനെ വെച്ചിട്ടാണ് 28/12/2024 കേന്ദ്രത്തിന് അയച്ച ലെറ്ററിനെ റെഫർ ചെയ്ത് 30-ാം തീയതി ഇവിടെ വന്ന ലെറ്ററിനെ വെച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അത് ഡിക്ലെയർ ചെയ്തു. പിന്നെ സീവിയർ നാച്ചറായിട്ട് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മളുടെ ഒന്നുകിൽ ഇംഗ്ലീഷ് വായിച്ച് വ്യാഖ്യാനിച്ചതിലുള്ള കുഴപ്പം, അല്ലെങ്കിൽ ഡിക്ലെയർഡ് എന്ന വാക്കൊന്നും ഇതിനകത്തില്ല. പരിഗണിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? എല്ലാ പ്രൊസീജിയറും നോക്കിയിട്ട്. എന്താ പ്രൊസീജിയർ? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് നിങ്ങൾ ചിലവാക്കിക്കോണം. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് തരാവുന്ന സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെ ആയാലും ഹവോവർ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്തു? വിസിറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രായോഗിക ആവശ്യങ്ങൾക്ക് പരിഗണിക്കുന്നതാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതന്നെയാണ് പ്രൊസീജിയർ. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എൻ്റെ വാദം. ഇപ്പൊ ഇതങ്ങനെ നിൽക്കട്ടെ. ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയാനൊന്നുമല്ല, അല്ലെങ്കിൽ ഇതിന്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനല്ല. ഫാക്റ്റ് ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. എൻ്റെ വാദം, ഇനി നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്തങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അത് ക്ലാസിഫൈ ചെയ്യാനുള്ള പുതിയ നിയമം ഉണ്ടാക്കണം. ഇപ്പൊ ആ നിയമം ഇല്ല. ഇപ്പൊ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു റൂൾസ് ചട്ടമില്ലാത്തത് കൊണ്ടാണ് ദേശീയ ദുരന്തമായും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. സീവിയർ നാച്ചറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇത്രയും കോംപ്ലിക്കേഷനും ലൂസ് ആയിട്ടുള്ള ഒരു സീവിയർ നേച്ചർ പ്രഖ്യാപനമല്ല, ഒരു കൺസിഡറേഷൻ. പ്രഖ്യാപനം എന്നുള്ള വാക്കിന് ഒരു പ്രസക്തി ഇല്ല. അങ്ങനെ പ്രഖ്യാപനം ഇല്ല, ഒരു കൺസിഡറേഷൻ. പക്ഷെ ഇവിടെ എന്താ നമ്മൾ തള്ളിമറിക്കുന്നത്? കേരളത്തിന്റെ സമ്മർദ്ദവും രാഷ്ട്രീയ പോരാട്ടവും നമ്മളെല്ലാവരും കൂടി ചെയ്തപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പേടിച്ചു, ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങളുടേത് തീവ്ര അങ്ങനെയൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ലെറ്ററാണ്. ഈ ലെറ്ററിൽ പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസ്പോൺസ് ഫണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതിന് ഞങ്ങൾ ഫണ്ട് തരുന്നുണ്ട്. പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നുള്ള പൈസ സപ്ലിമെന്റ് ചെയ്യാം. ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി അവിടെ വന്ന് വിസിറ്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു തീവ്ര സ്വഭാവമുള്ള, അതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ സ്വഭാവവും ഒക്കെ വലിപ്പമൊക്കെ നോക്കിയപ്പോൾ, തീവ്രതയൊക്കെ നോക്കിയപ്പോൾ ഇത് തീവ്ര സ്വഭാവത്തിലുള്ള ഒരു ഡിസാസ്റ്ററായി പരിഗണിക്കുന്നുണ്ട്. ആര്? ഈ മിനിസ്റ്റീരിയൽ കമ്മിറ്റി. എന്തിനു വേണ്ടി? പ്രാക്ടിക്കൽ പർപ്പസ്. അത്രയേ പറയുന്നുള്ളൂ. ഇത് പോരാ. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകട്ടെ, ചട്ടങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഭാവിയിൽ അങ്ങനെ ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം ഒരു ദുരന്തം ഉണ്ടായാൽ അപ്പം തന്നെ ഒരു റാപ്പിഡ് ഡിസാസ്റ്റർ അനാലിസിസ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കാനും അധിക ധനസഹായം കൊടുക്കുവാനും കഴിയും. അതിലേക്ക് ആണ് ഞാൻ ഈ വിഷയം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ ചർച്ചയ്ക്കായി സമർപ്പിക്കുന്നത്.